ഫ്രണ്ട്സ്, പാഷൻ വ്ളോഗറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പരമ്പരാഗത രീതിയിൽ എണ്ണ കാച്ചുന്നതാണ്. നമ്മളെ വീട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിച്ച്, പിന്നെ നമ്മളുടെ വീട്ടിലും പറമ്പിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പച്ചിലകളുമാണ് ഇതിൽ നമ്മൾ എടുക്കുന്നത്. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമ്മൾക്ക് കാച്ചിയെടുക്കാൻ പറ്റിയ ഒരു നല്ല സൂപ്പർ എഫക്റ്റീവായിട്ടുള്ളൊരു വെളിച്ചെണ്ണയാണ്. ഹെയർ ഗ്രോത്തിനും ഡാൻഡ്രഫ് പോവാനും പിന്നെ സൈനസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക്, ജലദോഷം, തുമ്മൽ, അങ്ങനെ ക്ലൈമറ്റ് പ്രോബ്ലം ഉള്ളവർക്ക് എല്ലാവർക്കും നല്ല ഹെൽപ്ഫുള്ളായ ഒരു നല്ല സൂപ്പർ എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ഓയിലാണ്. അപ്പോൾ നമ്മൾക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുക്കുന്നതെല്ലാം വളരെ ഫെമിലിയറായ പച്ചമരുന്നുകളാണ്. തുളസിയില, പിന്നെ പേരില, മൈലാഞ്ചിയുടെ ഇല, ഇതെല്ലാം നമ്മൾ ഓരോ കൈപ്പിടി അളവിലാണ് എടുക്കുന്നത്. പിന്നെ വരുന്നത് കഞ്ഞുണ്ണി, കയ്യൂന്നി എന്നൊക്കെ പല സ്ഥലങ്ങൾ അറിയപ്പെടുന്ന ബ്രിങ്കയുടെ ഇല, കറ്റാർ വാഴ 2 തണ്ട്, പിന്നെ ആര്യവേപ്പിൻ്റെ ഇല. ഇതിൻ്റെ എല്ലാം ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല ഫെമിലിയറാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കറിവേപ്പില, വിഷാംശമൊന്നും അടിക്കാതെ വീട്ടിൽ നിന്ന് തന്നെ എടുത്തേക്കുന്ന നല്ല കറിവേപ്പിലയാണിത്. ഇത് 5 ഇതൾ ചെമ്പരത്തിയാണ്. പിന്നെ നെല്ലിക്ക. ഇനി വരുന്നത് കരിഞ്ജീരകം 2 ടേബിൾ സ്പൂൺ, പിന്നെ ഉലുവ 2 ടേബിൾ സ്പൂൺ, അത് തലേന്ന് സോക്ക് ചെയ്ത് വെച്ചേക്കാണ് വെള്ളത്തിൽ. പിന്നെ ചെറിയ ഉള്ളി ഒരു 15 എണ്ണം, പിന്നെ ഗ്രാമ്പും കുരുമുളകും. അപ്പോൾ ഇലകളൊക്കെ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒപ്പം ഈ കറ്റാർ വാഴയുടെ സൈഡിലെ മുള്ളൊക്കെ കളഞ്ഞ് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എന്നിട്ട് ഇതുപോലത്തെ ഒരു ഇടികല്ലിലിട്ട് നന്നായിട്ട് ചതച്ചെടുക്കാം. അരഞ്ഞ് പേസ്റ്റ് പരുവത്തിലൊന്നും ആവണ്ട. അല്ല ഇതില്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടായാലും ഒന്ന് ഇതെല്ലാം ചതച്ചെടുക്കണം. ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. അപ്പോൾ നല്ല അടികട്ടിയുള്ള ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഉരുളിയിലോ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഞാനിപ്പോൾ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇപ്പോൾ അവൈലബിൾ അല്ല, പക്ഷേ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി നമ്മൾക്ക് ചട്ടി ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 ലിറ്ററോളം വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ എണ്ണ ഒന്ന് പയ്യെ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എണ്ണയും പിന്നെ ഈ പച്ചമരുന്നുകളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഇതിൽ ഞാൻ ചതക്കാതെ വെച്ചിരുന്നത് കരിഞ്ജീരകവും കുരുമുളകും പിന്നെ ഗ്രാമ്പുമാണ്. അപ്പോൾ അത് ഡയറക്റ്റ് ആഡ് ചെയ്യേ പൊടിച്ചോ ചതച്ചോ ആഡ് ചെയ്യേ നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിത് ഡയറക്റ്റ് ചേർക്കാറ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് 2 മിനിറ്റ് തിളക്കുമ്പോൾ നമ്മൾക്കിത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇത് 2 മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ട് ഞാനത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്ത്, അപ്പോൾ ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് പതമായിട്ട് വരുന്ന ആ ജലാംശമൊക്കെ പോയി ഈ പത ഫുള്ള് പോയി കഴിയുമ്പോഴാണ്, അത് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം എടുക്കും. അപ്പോൾ ഇതിൻ്റെ ആ കറക്റ്റ് പരുവം എന്ന് പറയുന്നത് മണൽപ്പരുവമാണ്. ഈ ചെളിപ്പരുവമൊക്കെ മാറിയിട്ട് അത് എണ്ണയിൽ നിന്ന് വിട്ട് മാറി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. പക്ഷേ കരിഞ്ഞു പോവാതെ നിങ്ങൾ സൂക്ഷിക്കണം. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് ബാഡ് എഫക്റ്റ് ആയിരിക്കുള്ളൂ. മുടി കൊഴിച്ചിൽ നന്നായിട്ട് വരും. ഈ ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല, ഉപദ്രവവും ഉണ്ടാവുള്ളൂ. നോക്ക്, ഇപ്പോൾ പതയൊക്കെ പോയി പാകമായിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യണേ.
കണ്ട ഇതെടുത്ത് ഒന്ന് ചെക്ക് ചെയ്ത് കയ്യിലൊന്ന് ടെക്സ്ചർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും മണൽ പോലെ ഇരിക്കും. പിന്നെ ഇതിൻ്റെ കളറ് ഡാർക്ക് ഗ്രീനിഷാണ്. ഇപ്പോൾ കുറച്ച് കറുപ്പ് കൂടി തോന്നുന്നത്. പുറത്ത് നല്ല മഴയാണ്, അതുകൊണ്ടാണ് ഇത് ലൈറ്റിൻ്റെ എഫക്റ്റിൽ ഇത്തിരി ഡാർക്കായിട്ട് കൂടുതൽ തോന്നുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇറക്കി വെക്കാം. ഇനി ഇത് തണുത്ത ശേഷം ഒരു സ്ട്രെയിനർ ഉപയോഗിച്ച് അല്ലെങ്കിൽ തുണി ഉപയോഗിച്ച് നമുക്ക് അരിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ് ജാറിൽ നമുക്കിത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. ഒരു 6 to 8 months കേടുകൂടാതെ ഇങ്ങനെ ഇരുന്നോളും. നല്ലൊരു ഹെയർ ഓയിലാണ്. പറ്റാവുന്നവരിത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ് സിമി. സി യു. ബൈ. ടേക്ക് കെയർ.